കരിയറിൽ എക്കാലത്തും പുതുമുഖ സംവിധായകർക്കൊപ്പം അല്ലെങ്കിൽ യുവ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് ആവേശം കാട്ടിയിട്ടുള്ള താരമാണ് മമ്മൂട്ടി. മുൻപത്തേതിലും ഏറെ വൈവിധ്യത്തോടെയാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ തെരഞ്ഞെടുപ്പുകളും. ഭ്രമേകത്തിലെ കുടുംബൻ പോറ്റിയും ഓസ്ലറിലെ അതിഥി വേഷവുമാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്തിയ കഥാപാത്രങ്ങൾ. വൈശാഖിന്റെ സ്റ്റാർബോ, ഡിനോ ഡെന്നിസിന്റെ ബസൂക്ക എന്നിവയാണ് ഇനി വരാനുള്ളത്. അതേസമയം ഇനിയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലാത്ത മമ്മൂട്ടിയുടെ മറ്റു ചില അപ്കമിംഗ് പ്രോജക്ടുകളെ കുറിച്ചുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. അതിലൊന്ന് യുവ സംവിധായകൻ കൃഷാന്ത് മൊത്തുള്ളതാണ്. ഈ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് നേരത്തെയും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആവാസവ്യൂഹം എന്ന സിനിമയുടെ സമയത്ത് തന്നെ കൃഷാന്ത് എന്ന സംവിധായകനിൽ മമ്മൂട്ടിക്ക് മതിപ്പുണ്ടായതായി മമ്മൂട്ടി തന്നെ പൊതുവേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു. റോഷാക്കിന്റെ പ്രൊമോഷൻ ടൈമിലായിരുന്നു താൻ ആവാസവ്യൂഹം എന്ന സിനിമ കണ്ടുവെന്നും അസാധ്യമായൊരു സിനിമയാണ് അതെന്നുമായിരുന്നു മമ്മൂട്ടി അന്ന് പറഞ്ഞത്. ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംഭവ വിവരണം 4.5 സംഘം എന്ന വെബ് സീരീസാണ് കൃഷാന്തിന്റേതായി എത്തുന്നത്. ഈ വെബ് സീരീസിന് ശേഷം മമ്മൂട്ടി നായകനാകുന്ന ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ യോണറുള്ള ചിത്രമായിരിക്കും കൃഷാന്ത് സംവിധാനം ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ ചിത്രത്തെക്കുറിച്ച് കൃഷാന്ത് മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയ വീണ്ടും ചർച്ച ചെയ്യുന്നത്. മമ്മൂട്ടിയുമൊത്തുള്ള സിനിമ കുറച്ച് ഇമ്പോസിബിൾ ചിത്രമായിരിക്കുമെന്നാണ് കൃഷാന്ത് ഈ അഭിമുഖത്തിൽ പറയുന്നത്. കൂടാതെ അതൊരു ക്രേസി കഥയാണെന്നും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടെന്നും കൃഷാന്ത് പറയുന്നു. ഒരു ക്രേസി കഥയുണ്ട്, അതിൽ ജഗദീഷ് സാറുമുണ്ട്. കുറച്ച് ഇമ്പോസിബിൾ സിനിമയാണത്, പേടിയാകുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്നാണ് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃഷാന്ത് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ജഗദീഷും ഇതേ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊരു സിനിമ ഉണ്ടാകുമെന്നും മമ്മൂക്ക തന്നെ അത് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ജഗദീഷ് പറഞ്ഞത്. കൃഷാന്തുമായിട്ട് മമ്മൂട്ടി സഹകരിക്കും, പക്ഷേ അത് എന്നായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കൃഷാന്തിന്റെ കയ്യിൽ മമ്മൂട്ടിക്ക് പറ്റിയ കഥകളൊക്കെയുണ്ട്. നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. കൃഷാന്തിന്റെ മനസ്സിലുള്ളതിൽ ഏത് ആദ്യം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. സന്തോഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ 2-3 കഥകളിലും താൻ ഉണ്ടെന്നായിരുന്നു ജഗദീഷിന്റെ വാക്കുകൾ. പിന്നീടാണ് ചുരുങ്ങിയ വാക്കുകളിൽ ആ ചിത്രത്തെക്കുറിച്ച് കൃഷാന്ത് സംസാരിക്കുന്നത്. കൃഷാന്തിന്റെ ആദ്യ ചിത്രമായ വൃത്താകൃതിയിലുള്ള ചതുരം എന്ന ചിത്രവും ഏറെ നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ചിത്രമാണ്. രണ്ടാം ചിത്രമായ ആവാസവ്യൂഹം മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള നാഷണൽ ഫിലിം അവാർഡും 26ാമത് കേരള രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് അവാർഡും ഫിപ്രസ്കി അവാർഡും മികച്ച സിനിമയ്ക്കും തിരക്കഥയ്ക്കുമുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാം ചിത്രമായ പുരുഷപ്രേതവും ആഖ്യാനപരമായും ദൃശ്യപരമായും ഒക്കെ മികച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു. അതേസമയം സംഭവ വിവരണം 4.5 സംഘം സോണി ലിവിലൂടെയാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്തെ ഗ്യാങ്സ്റ്റർ സംഘങ്ങളുടെ കഥയാണ് ഈ വെബ് സീരീസ് പ്രമേയമാക്കുന്നത്. ജഗദീഷും ദർശന രാജേന്ദ്രനും ഈ വെബ് സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകും. അതേസമയം മലയാള സിനിമയ്ക്ക് തീരെ പരിചയമില്ലാത്ത കഥാപശ്ചാത്തലങ്ങളും കഥ പറച്ചിൽ രീതികളും കൊണ്ട് ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത്. അതിനാൽ തന്നെ കൃഷാന്ത് സിനിമകൾക്ക് പ്രത്യേകമായ ഒരു ആരാധക കൂട്ടം തന്നെ മലയാള സിനിമയിലുണ്ട്. അങ്ങനെ ഒരു സംവിധായകന്റെ കൂടെ മമ്മൂട്ടി എന്ന നടൻ ചേരുമ്പോൾ ലഭിക്കുന്നത് ഒരു അസാധ്യ സിനിമയായിരിക്കുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് മമ്മൂട്ടിയുടെയും കൃഷാന്തിന്റെയും ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.